ഗുഡ് മോർണിംഗ്. വെൽക്കം ടു +1 പൊളിറ്റിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സുപ്രീം കോടതിയുടെ അധികാരങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളായ ജുഡീഷ്യൽ ആക്ടിവിസം, അതേപോലെ ജുഡീഷ്യൽ റിവ്യൂ എന്നിവയാണ്. നീതിന്യായ ഊർജ്ജസ്വലതയും നീതിന്യായ പുനരവലോകനവും. ആദ്യം നമുക്ക് ജുഡീഷ്യൽ ആക്ടിവിസം എന്താണെന്ന് നോക്കാം. ജുഡീഷ്യൽ ആക്ടിവിസം പൊതു താൽപ്പര്യ ഹർജി എന്നിവ വഴി കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയും നിയമനിർമ്മാണ സഭകളുടെയും പ്രവർത്തനങ്ങളിലെ അപാകതകളിലേക്ക് ഒരു കടന്നുകയറ്റം നടത്തുകയാണ് ജുഡീഷ്യറി ചെയ്യുന്നത്. കാര്യനിർവഹണ വിഭാഗങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുക മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്, നേരെ മറിച്ച് അവരുടെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാക്കുകയും ചെയ്യുന്നു. 1985 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന PN ഭഗവതി പരാതിക്കാരനായ ഒരു പൗരൻ തനിക്കയച്ച ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ചാർജ് ചെയ്യുകയുണ്ടായി. ഇത് നീതിന്യായത്തിൻ്റെ ഊർജ്ജസ്വലതയിലേക്ക് തുടക്കമിട്ടു. ഇതോടെ പൊതു താൽപ്പര്യ സംരക്ഷണത്തിനായി പരാതിക്കാരനോ മറ്റു സംഘടനകളോ അഭിഭാഷകരോ അയക്കുന്ന കത്തുകളും പത്രത്തിൽ വരുന്ന വാർത്തകളും മുഖവിലക്കെടുത്ത് കേസ് ചാർജ് ചെയ്യുന്ന ഒരു സംവിധാനം നിലവിൽ വന്നു. ഈ രീതിയിൽ പരാതിപ്പെടുന്നതിന് പൊതു താൽപ്പര്യ ഹർജി, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജുഡീഷ്യൽ ആക്ടിവിസം അഥവാ പൊതു താൽപ്പര്യ ഹർജി എന്നീ 2 പേരുകളും ഒരേ അർത്ഥത്തിലാണ് നാം ഇന്ന് ഉപയോഗിച്ചു പോരുന്നത്. ഈ 2 ആശയങ്ങളും നീതിന്യായ വിഭാഗത്തിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. കാരണം നീതിന്യായം ഇന്ന് കുറച്ചുകൂടി ജനസൗഹൃദമുള്ളതായി തീർന്നിരിക്കുന്നു. ജുഡീഷ്യൽ ആക്ടിവിസം അഭിവൃദ്ധി പ്രാപിച്ചത് പൊതു താൽപ്പര്യ വ്യവഹാരം അഥവാ PIL അല്ലെങ്കിൽ സാമൂഹ്യ വ്യവഹാര നടപടി, സോഷ്യൽ ആക്ഷൻ ലിറ്റിഗേഷൻ SAL വഴികാട്ടിയായിരുന്നു. സാധാരണയായി ഒരു പൗരന് ഏതെങ്കിലും വ്യക്തിപരമായ പരാതിയുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. അതായത് അയാളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുകയോ ലഭിക്കാതെ വരികയോ ഏതെങ്കിലും ഒരു തർക്കത്തിൽ ഏർപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ കോടതിയെ സമീപിക്കാം. എന്നാൽ ഈ സംവിധാനത്തിന് മാറ്റം വരികയുണ്ടായി. അങ്ങനെയാണ് പരാതിക്കാരനു മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി മറ്റു താൽപ്പര്യമുള്ള ആളുകൾക്കും കോടതിയിൽ കേസ് ഫയൽ ചെയ്യാമെന്ന് കോടതി അംഗീകരിച്ചത്. ഇത്തരത്തിൽ കോടതിയെ സമീപിക്കുന്നത് ഒരു വ്യക്തിയോടുള്ള നീതിനിഷേധം കൊണ്ട് മാത്രമാകണമെന്നില്ല, മറിച്ച് പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏതൊരു പ്രവർത്തനത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് വ്യക്തികൾക്കോ സംഘടനകൾക്കോ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാമെന്നായി. പൊതു താൽപ്പര്യ സ്വഭാവമുള്ള കാര്യങ്ങൾക്കും പൊതുവ്യവഹാര കേസുകൾ എന്ന പേര് ലഭിച്ചു. ശുദ്ധജലം കിട്ടാത്ത അവസ്ഥ, ദാരിദ്ര്യരുടെ പ്രശ്നങ്ങൾ, മലിനീകരണം തുടങ്ങിയ പൊതു താൽപ്പര്യ വിഷയങ്ങളിൽ നിന്നാണ് സാധാരണ ഇത്തരം കേസുകൾ ഉത്ഭവിക്കാറുള്ളത്. ഇന്ന് പൊതു താൽപ്പര്യ ഹർജികൾ നീതിന്യായ ഊർജ്ജസ്വലതയുടെ ഏറ്റവും ശക്തിയേറിയ ആയുധമായി മാറിയിരിക്കുന്നു. ഭരണഘടനാപരമായും നിയമപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സാധാരണ ജനങ്ങൾക്കുള്ള ഒരു ഉപാധിയാണ് പൊതു താൽപ്പര്യ ഹർജി. പൊതു താൽപ്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും മറ്റൊരാളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനും പൊതു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി കോടതിയെ സമീപിക്കാം. ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം വളരെ ചെലവേറിയതായതുകൊണ്ട് ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് പൊതു താൽപ്പര്യ ഹർജികൾ വളരെയധികം സഹായിക്കുന്നു. മാത്രമല്ല, മൗലിക അവകാശങ്ങൾ അംഗീകരിച്ചു കിട്ടുന്നതിനുള്ള അപേക്ഷ അത് നിഷേധിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമേ കൊടുക്കാനാവൂ എന്നാണ് ഭരണഘടന പറയുന്നത്. പൊതു താൽപ്പര്യ ഹർജി അനുവദിച്ചതിലൂടെ സുപ്രീം കോടതി ഈ വ്യവസ്ഥയിൽ അയവ് വരുത്തി. പൊതു താൽപ്പര്യ വ്യവഹാരത്തിലൂടെ ഏതു വ്യക്തിക്കും മറ്റൊരാളുടെ ഭരണഘടനാപരമായോ നിയമപരമോ ആയ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാം. പൊതു താൽപ്പര്യ ഹർജി അനുസരിച്ച് ഒരു വ്യക്തിക്കോ സാമൂഹ്യ സംഘടനയ്ക്കോ ഏതെങ്കിലും ഒരു ഉത്തരവോ നിർദ്ദേശമോ റിട്ടോ അനുവദിച്ചു കിട്ടുന്നതിനായി ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയിലും ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയിലും അപേക്ഷ സമർപ്പിക്കാം. കോടതിയെ സമീപിക്കുന്ന വ്യക്തിക്ക് പ്രശ്നത്തിൽ വേണ്ടത്ര താൽപ്പര്യമുണ്ടോ അതോ
ദുരുദ്ദേശമോ രാഷ്ട്രീയ മുതലെടുപ്പോ ഉണ്ടോ എന്ന് കോടതിയാണ് തീരുമാനിക്കുന്നത്. പൊതു താൽപ്പര്യ വ്യവഹാരങ്ങൾ അനുവദിച്ചതുവഴി ആർട്ടിക്കിൾ 32ൻ്റെ വ്യാപ്തി സുപ്രീം കോടതി ഗണ്യമായി വർദ്ധിപ്പിച്ചു. സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് പാവപ്പെട്ടവരും നിലാരംബരും കോടതിയെ സമീപിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരുമായവരുടെ നേരെ നീതി നിഷേധമുണ്ടായാൽ പൊതു താൽപ്പര്യ ഹർജിയിലൂടെ ജുഡീഷ്യറി ഇടപെടുന്നതായിരിക്കും. ഇപ്രകാരം പൊതു താൽപ്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ധാരാളം റിട്ടുകളും കൽപ്പനകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പൊതു താൽപ്പര്യ ഹർജിയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ച സുപ്രീം കോടതി അതിന് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 1. ഇന്ത്യയിലെ ദരിദ്ര ജനവിഭാഗത്തിന് അവരുടെ മൗലിക അവകാശങ്ങൾ അനുവദിച്ചു കിട്ടുന്നതിനായി സുപ്രീം കോടതിയിലെ ഏതെങ്കിലും ജഡ്ജിയോട് കത്തിലൂടെ ആവശ്യപ്പെടാം. 2. ആർട്ടിക്കിൾ 32 പ്രകാരം ദരിദ്രരുടെയും ദുർബലരുടെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതായി കണ്ടാൽ അവർക്ക് നഷ്ടപരിഹാരം അടക്കമുള്ള ആശ്വാസ നടപടികൾ അനുഭവിക്കുന്നതിനുള്ള അധികാരം കോടതിക്കുണ്ട്. 3. സാമൂഹ്യനീതി കമ്മീഷനുകൾ നിയമിക്കുവാനും പാവപ്പെട്ടവർക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമെന്ന് കരുതുന്ന ഏത് ഉപാധിയും നടപടിക്രമവും സ്വീകരിക്കുവാനും കോടതിക്ക് അധികാരമുണ്ട്. നീതിന്യായത്തിൻ്റെ ഈ ഊർജ്ജസ്വലത രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഗണ്യമായ സ്വാധീനമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നീതിന്യായ വിഭാഗത്തെ ജനാധിപത്യവൽക്കരിക്കുകയുണ്ടായി. കാരണം വ്യക്തികൾക്കു മാത്രമല്ല ഗ്രൂപ്പായും കോടതിയെ സമീപിക്കാമെന്ന സ്ഥിതി സംജാതമായി. ഇത് കാര്യനിർവഹണ വിഭാഗത്തിന് കൂടുതൽ ഉത്തരവാദിത്വ ബോധം അടിച്ചേൽപ്പിച്ചു. തെരഞ്ഞെടുപ്പ് സമ്പ്രദായം കൂടുതൽ സുതാര്യവും കുറ്റമറ്റതുമാക്കാൻ ഇതുവഴി സാധിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സ്വത്ത്, വരുമാനം, യോഗ്യത, മറ്റു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഫയൽ ചെയ്യുന്ന വിവരങ്ങൾ തുടങ്ങിയവയൊക്കെ സാധാരണ പൗരന് ലഭിക്കുവാനും അതുവഴി ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാനും സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇതിലൂടെ രൂപപ്പെട്ടു. ഇതിന് നിഷേധാത്മകമായ ഒരു വശം കൂടിയുണ്ട്. കോടതികളുടെ ജോലിഭാരം കൂട്ടും. കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ വിഭാഗവും ഒരു വശത്തും നീതിന്യായ വിഭാഗം മറുവശത്തും എന്ന ഒരു വേർതിരിവ് ഇതിൽ പ്രകടമാവും. കാര്യനിർവഹണം പരിഹരിക്കേണ്ട പ്രശ്നങ്ങളായിരിക്കും പലപ്പോഴും ഇത് സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ, അതേപോലെ തന്നെ ശബ്ദമലിനീകരണം തുടങ്ങിയ വിഷയങ്ങളെല്ലാം നീതിന്യായ വിഭാഗത്തിൻ്റെ കീഴിൽ വരുന്നതല്ല, അതെല്ലാം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ വരുന്നതാണ്. ഒരു ജനാധിപത്യ സർക്കാർ ഭരണഘടനയുടെ എല്ലാ ഘടകങ്ങൾക്കും അവരുടെ അധികാരത്തിനും പരിധിക്കും ചില മാന്യതകൾ കൽപ്പിച്ചിട്ടുണ്ട്. നീതിന്യായത്തിൻ്റേതായ ഈ ഊർജ്ജസ്വലത ജനാധിപത്യ തത്വങ്ങളിൽ പിരിമുറുക്കം കൂട്ടാൻ ഉപകരിക്കൂ എന്നാണ് ചിലരുടെ അഭിപ്രായം. Last class we discussed about powers of the Supreme Court. Today we are going to discuss about Judicial activism is a recent phenomenon. It became popular after 1980. The phrase judicial activism denotes an active judiciary that takes up public cases. The important instrument of judicial activism is public interest litigation, PIL. Through the instrument of PIL, courts take public interest issues such as pollution, human rights violation, different forms of exploitation, etc. Normally, a court takes up a case only if the aggrieved party approaches the court with a complaint, but often the aggrieved party may not be an individual but an entire locality society. This can happen. The case of pollution, sometimes the aggrieved party may not have the resources to approach the court. Very poor people under trials, tribals, etc. may not have the resources to approach a court. In such situations, their cases are taken up by activists fighting for certain cases lodged by such activists. Postal letters sent by aggrieved parties, etc. have been taken up by courts as PIL. Thus, PIL has done great service to the needy. Once the Supreme Court took up case rights of prisoners based on a letter written by a prisoner to a judge. In recent years, judicial activism has brought the Indian judiciary within the reach of the common man. Public interest litigation.
Public interest litigation is a method of enforcement of constitutional and legal rights of people. Any member of the public having sufficient interest can approach the court for enforcing the rights of others person and for the redressal of common grievances. Public interest litigation is very helpful for the enforcement of rights of the people because the judicial procedure is very expensive in India. Moreover, the Constitution provides that a petition for the enforcement of fundamental rights can be filed only by a person whose fundamental rights is infringed. By allowing public interest litigation, the Supreme Court has relaxed this condition. Any person can approach the court for the enforcement of constitutional or legal rights of others through the public interest litigation. Public interest litigation allows any person or a social organization to file an application for an appropriate order, direction, or writ in the High Court under Article 226 and the Supreme Court under Article 32. However, the court has the right to decide whether the person approaching the court for relief has sufficient interest and has not acted with malafide or political motives. By allowing public interest litigation, the Supreme Court has considerably widened the scope of Article 32. Though public interest litigation, the judiciary interferes wherever and whenever any injustice is caused by a state action to the poor or helpless person who cannot afford to approach the court. Supreme Court and High Courts have issued a number of appropriate writs or orders on the basis of public interest litigation. The Supreme Court has now widened the scope of public interest litigation and has laid down certain guidelines. The court held that the poor in India can seek enforcement of their fundamental rights from the Supreme Court by writing a letter to any judge of the court. Under Article 32, the Supreme Court has the power to grant remedial relief, which includes the power to grant compensation in appropriate cases where the rights of the poor and disadvantaged person are violated. The court can appoint socio-legal commissions or devise any procedure and forge any tools it deems appropriate for the enforcement of the fundamental rights of the poor. Judicial activism has important advantages such as brings judiciary within the reach of ordinary people, enables activists to take up social cases, brings important but unknown issues into public domain, democratizes the judicial system, enforce excessive accountability. These are the advantages of judicial activism. However, it has some negative also. It has overburdened the judiciary with too many cases. Sometimes activists take up silly issues and go to the courts. Also, there is a criticism that judiciary is taking up issues which are in the domain of the executive. നീതിന്യായ പുനരവലോകനം. സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരധികാരമാണ് നീതിന്യായ പുനഃപരിശോധനയ്ക്കുള്ള അധികാരം. പാർലമെൻറ്റോ സംസ്ഥാനത്തെ നിയമസഭകളോ പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് വിധേയമാണോ എന്ന് പരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരത്തെയാണ് നീതിന്യായ പുനരവലോകനത്തിനുള്ള അധികാരം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു നിയമം ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ അവ അസാധുവായി പ്രഖ്യാപിക്കുവാനും കോടതികൾക്ക് അധികാരമുണ്ട്. വാസ്തവത്തിൽ നീതിന്യായ പുനഃപരിശോധനയ്ക്കുള്ള അധികാരം എന്ന പദം ഭരണഘടനയിൽ ഒരിടത്തും പരാമർശിക്കുന്നില്ല. പക്ഷേ മൗലിക അവകാശങ്ങളുടെ നേരെ കൈവയ്ക്കുന്ന നിയമങ്ങളെ അസാധുവാക്കുവാനുള്ള സുപ്രീം കോടതിയുടെ അധികാരവും ഇന്ത്യക്ക് ഒരു ലിഖിത ഭരണഘടനയുണ്ട് എന്ന വസ്തുതയും നീതിന്യായ പുനരവലോകനത്തിനുള്ള അധികാരം കോടതിക്ക് നൽകുന്നു. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലും സുപ്രീം കോടതിക്ക് നീതിന്യായ പുനഃപരിശോധനാ അധികാരമുണ്ട്. ഏതെങ്കിലും ഒരു നിയമം ഭരണഘടനാ പ്രകാരം നൽകപ്പെട്ട അധികാര വിഭജനത്തിന് വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമം അസാധുവായി പ്രഖ്യാപിക്കാവുന്നതാണ്.
ഉദാഹരണത്തിന്, സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് പാർലമെൻറ്റ് ഒരു നിയമം പാസാക്കിയാൽ സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. സംസ്ഥാനങ്ങളുടെ നിലപാടിനോട് കോടതി യോജിക്കുകയാണെങ്കിൽ പാർലമെൻറ്റ് പാസാക്കിയ നിയമം അസാധുവായി പ്രഖ്യാപിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയും. ഈ നിലയിൽ നോക്കുകയാണെങ്കിൽ നീതിന്യായ പുനഃപരിശോധനാ അധികാരത്തിൽ സുപ്രീം കോടതിക്ക് 2 അധികാരങ്ങളുണ്ട്. ഒന്നാമതായി മൗലികാവകാശങ്ങളെ ലംഘിക്കുന്ന നിയമങ്ങളെയും രണ്ടാമതായി ഫെഡറൽ അധികാര വിഭജനം ലംഘിക്കുന്ന നിയമങ്ങളെയും അസാധുവാക്കാം എന്നതാണവ. അമേരിക്കയിലെയും ഇന്ത്യയിലെയും സുപ്രീം കോടതികൾക്ക് നീതിന്യായ പുനഃപരിശോധനാ അധികാരം. ജുഡീഷ്യൽ റിവ്യൂ is the most important power of the Supreme Court. Judicial review means the power of the Supreme Court to High Court or High Court to examine the constitutional validity of a law. Though the term judicial review is not mentioned anywhere in the Constitution, the Supreme Court can strike down a law that goes against fundamental rights. The Constitution has implicitly given the Supreme Court the power of judicial review. The Supreme Court can intervene in the case of federal relation. Suppose the central government make laws on a subject from the state list and the Supreme Court finds that the state is right. The Supreme Court can use the power to review legislation on the ground that it goes against the Constitution. The same thing happens when the state makes laws on a subject that does not belong to state list. The writs power and the review power of the Supreme Court render the judiciary very powerful. This feature effectively protects the Constitution and the rights of the people. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന് ജുഡീഷ്യൽ ആക്ടിവിസവും രണ്ടാമത്തതും ജുഡീഷ്യൽ റിവ്യൂവുമാണ്. ടെക്സ്റ്റ് ബുക്ക് നന്നായി 2 or 3 തവണ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, വാട്ട് യു മീൻ ബൈ ജുഡീഷ്യൽ ആക്ടിവിസം? ജുഡീഷ്യലിൻ്റെ ഊർജ്ജസ്വലത, നീതിന്യായ ഊർജ്ജസ്വലത എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ടാമത്തേത്, റൈറ്റ് ദി മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ദി ജുഡീഷ്യൽ ആക്ടിവിസം. നീതിന്യായ ഊർജ്ജസ്വലതയുടെ ഗുണങ്ങളും ദോഷങ്ങളും എഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ ജുഡീഷ്യൽ റിവ്യൂ? നീതിന്യായ പുനരവലോകനം എന്ന് പറഞ്ഞാൽ എന്താണ്? താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.